ഹായ് വെൽക്കം ടു സിജോസ് ടൈനി പ്ലാനറ്റ്. അപ്പം ഞങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നോഹാസ് ആർക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. നോഹാസ് ആർക്ക് എന്ന് പറഞ്ഞാൽ ബൈബിളിലെ നോഹയുടെ പേടകം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അതേ സൈസിൽ ബൈബിളിൽ മെൻഷൻ ചെയ്തിരുന്ന ഡയമെൻഷൻസിൽ ക്രിയേറ്റ് ചെയ്തിരുന്ന ഒരു പേടകമാണ്. അപ്പോൾ അവിടേക്ക് ഇപ്പോൾ ഞങ്ങൾ പാർക്കിങ്ങിൻ്റെ അവിടേക്കാണ് എത്തിയത്. എവിടെയും പാർക്ക് ചെയ്യാനും ചാർജ് ഉണ്ട്. പിന്നെ ഇവിടുത്തെ ടിക്കറ്റ് ഞങ്ങൾ ഓൺലൈനിൽ എടുത്തിട്ടുണ്ട്. വലിയവർക്ക് മാത്രമേ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമുള്ളൂ. $60 കുട്ടികൾക്ക് ടിക്കറ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഈ സ്ഥലത്തിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻസ് എന്ന് പറയാൻ കാരണം എൻ്റെ മോൻ്റെ പേര് നോഹ എന്നാണ്. അപ്പോൾ നോഹയുടെ ആർക്ക് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകതയുള്ളതും കൂടിയാണ്. ഏകദേശം 100 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇവിടേക്ക്. പക്ഷേ ഇവിടുത്തെ റോഡ്സൊക്കെ നല്ലതായതുകൊണ്ട് 1 മണിക്കൂർ കൊണ്ട് നമുക്ക് ഇവിടെ എത്താൻ സാധിക്കും. ഞങ്ങൾ ഓൺലൈനിൽ ടിക്കറ്റ് എടുത്താറുണ്ട്. ഞങ്ങൾക്ക് നേരെ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ സാധിച്ചു. വേറെ ക്യൂ നിൽക്കേണ്ടി വന്നില്ല. ഞങ്ങൾ ടിക്കറ്റ് കാണിച്ച് അകത്തേക്ക് കയറിയതിന് ശേഷം നമുക്കൊരു ബസ് എടുക്കണം ദൂരെ നോഹ ആർക്കിലേക്ക് പോകാൻ. കുറച്ച് ദൂരെയാണ്, ഒരു കാട് പോലത്തെ ഒരു ഏരിയയിലാണ് നോഹ ആർക്ക് ഉണ്ടാക്കിയത്. അപ്പോൾ അവിടേക്ക് പോകാൻ ബസ് കയറണം. ബസ്സിൻ്റെ പുറത്ത് ഫുള്ള് സ്റ്റിക്കർ ഒട്ടിച്ചേക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പുറം ലോകമൊന്നും കാണാൻ പറ്റില്ല എന്ന് വിചാരിച്ച ജനലിൽ കൂടെ. പക്ഷെ അകത്ത് കയറിയപ്പോൾ ജനലിലൊക്കെ ചെറിയ ചെറിയ ഹോൾസ് ഉണ്ട്. ആ സ്റ്റിക്കർ വർക്കിൽ നമുക്ക് പുറം ലോകം കാണാം. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ യാത്ര ചെയ്ത് ഞങ്ങൾ സ്പോട്ടിലേക്ക് എത്തി. സ്പോട്ടിൽ ആദ്യം തന്നെ നമ്മൾ കയറുന്ന ബിൽഡിങ്ങിൽ കുറച്ച് ഗുഡീസും സോവനിയേഴ്സും വിൽക്കാൻ വെച്ചേക്കാണ്. പിന്നെ അവിടെ ചെറിയൊരു കഫേ ഉണ്ട്. അവിടുന്ന് ഒരു ഫ്രഷ് ആയിട്ട് പിന്നെ നമുക്ക് നേരെ നോഹ ആർക്കിൻ്റെ ഭാഗത്തേക്ക് ഞങ്ങൾ നടക്കുകയാണ്. നോഹ ആർക്കിൻ്റെ അവിടേക്ക് പോകുന്ന വഴിയിൽ തന്നെ ഒരു ഫോട്ടോ ബൂത്ത് ഉണ്ട്. അവിടെ ഞങ്ങളും ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് അതിന് ശേഷം ഞങ്ങൾ പതുക്കെ നടന്നു. പോകുന്ന വഴിയിൽ കുറച്ച് ബേർഡ്സിനെയും അതിനൊക്കെ കേജിലിട്ട് നമ്മളിങ്ങനെ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ ഹോൺബില്ലും കുറച്ച് വെറൈറ്റി ബേർഡ്സൊക്കെ ഉണ്ട്. പിന്നെ ഒരു ചെറിയൊരു സ്തൂപങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ ബൈബിളിലെ ഓരോ ഇവൻറ്റ്സും അവരവിടെ പതിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് ദൂരെ നിന്നുള്ള ഒരു വ്യൂ നോഹ ആർക്കിൻ്റെ. അങ്ങനെ പതുക്കെ ഞങ്ങൾ നോഹ ആർക്കിൻ്റെ ആ ഭാഗത്തേക്ക് നടന്നു. ചുറ്റും ഈ പറഞ്ഞ പോലെ ബേർഡ്സും സ്തൂപങ്ങളാണുള്ളത്. നോഹ ആർക്കിൻ്റെ അവിടെ എത്താറായപ്പോഴത്തേക്ക് ഞങ്ങളൊരു മലയാളി ഫാമിലിയെ പരിചയപ്പെട്ടു. പെരുമ്പാവൂരുകാരാണ്. അവർ ജോർജിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആണ് താമസിക്കുന്നത്. ഐസക് എന്നാണ് പേര്. അവർ 5 മണിക്കൂറിൻ്റെ ഡ്രൈവ് കഴിഞ്ഞ് എത്തിയിട്ടാണ് കാണുന്നത് ഈ സ്ഥലം. അപ്പം നമ്മൾ നോഹ ആർക്കിൻ്റെ അടിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അവിടെ ചെറിയൊരു ഗാർഡൻ ഉണ്ട്. ആ ഗാർഡൻ്റെ ഉള്ളിൽ കൂടെയാണ് നോഹ ആർക്കിൻ്റെ അടുത്തേക്ക് എത്തണം. നമുക്ക് താഴെ നിന്ന് തന്നെ നോക്കുമ്പോൾ അറിയാൻ പറ്റും അതിൻ്റെ ഭീകരത ഭയങ്കര വലുതാണ്. ഇവിടെ നല്ല ക്രൗഡ് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ആ ഒരു ക്യൂവിന് വേണ്ടിയിട്ട് 6 ആക്കായിട്ട് ഫ്രെയിം ചെയ്ത് വെച്ചേക്കാണ്. നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിലൊക്കെ നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട്. അതേപോലെ നമ്മളിങ്ങനെ 6 ആക്കായിട്ടൊക്കെ നടന്ന് നമ്മൾ ആദ്യം നോഹ ആർക്കിൻ്റെ താഴത്തോടെ കയറാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക്. അവിടെ ഈ കുറേ ഇങ്ങനെ പെട്ടികളൊക്കെ അന്നത്തെ ഗുഡ്സൊക്കെ കൊണ്ടുവന്ന പെട്ടി പോലെ ഷേപ്പിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം മരം കൊണ്ടാണ് ഉണ്ടാക്കിയത്. നല്ല പെർഫെക്ഷനാണ്. 3 നിലയാണ് ഈ നോഹ ആർക്ക്. ഒരു റാമ്പ് വഴിയാണ് നമുക്ക് അകത്തേക്ക് കയറണത്. അല്ലാതെ ലിഫ്റ്റും ഉണ്ട്. ഞങ്ങൾ റാമ്പാണ് യൂസ് ചെയ്തത്. ഫുള്ളും മരത്തിൻ്റെ വർക്കാണ്. കയറുമ്പോൾ തന്നെ കുറച്ച് ഇൻട്രൊഡക്ഷനൊക്കെ തരുന്നുണ്ട് നോഹ ആർക്കിന് വേണ്ടിയിട്ട്. അതിനുശേഷം പിന്നെ ഞങ്ങൾ കണ്ടത് കുറച്ച് ബോക്സുകളാണ്. ശരിക്കും പറഞ്ഞാൽ ആ ബോക്സുകളിൽ പണ്ട് നോഹ ആർക്കിൽ മൃഗങ്ങളൊക്കെ ഉണ്ടായ ബോക്സുകളാണ്. അതിൽ നമ്മളിപ്പോൾ ഓരോ ബോക്സിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ആ മൃഗത്തിൻ്റെ ശബ്ദവും അതിൻ്റെ എഫക്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. സൗണ്ട് മാത്രമേ ഉള്ളൂ, പക്ഷെ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും അതിൻ്റെ ഉള്ളിൽ ആ മൃഗങ്ങളുണ്ടെന്ന്. അപ്പോൾ അതൊക്കെ മുന്നോട്ട് ഞങ്ങൾ നടന്നു. പിന്നെ എത്തിയത് ഞങ്ങൾ നോഹ ആർക്കിൻ്റെ താഴത്തെ ഫ്ലോറിലെ അറ്റം. അപ്പോൾ അവിടെ നമുക്ക് കടലിൻ്റെ ആരവവും ഇടിവെട്ടും മഴയും അതിൻ്റെയൊക്കെ ശബ്ദങ്ങളും നമുക്ക് കേൾക്കാം. ഈ നോഹ ആർക്കിൽ നമ്മൾ പല മൃഗങ്ങളെയും അവർ ഏകദേശം 7000 സ്പീഷീസ് അവർ മൃഗങ്ങളെ കൊണ്ടുപോയിട്ടുണ്ട്. 7000 സ്പീഷീസ് മാത്രമല്ല ലോകത്തിലുള്ളത്, കുറേ ഉണ്ട്. പക്ഷേ എല്ലാത്തിൻ്റെ മെയിൻ സ്പീഷീസ് മാത്രമാണ് അവർ എടുത്തിരുന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ തന്നെ ചെറിയ ചെറിയ ആനിമൽസ്, ബേർഡ്സ്, അതൊക്കെ മറ്റേ കുഞ്ഞ് ബോക്സിലൊക്കെയാണ്. അതിലുള്ള 2 സെക്ഷനുണ്ട്. ഒരെണ്ണം വെള്ളം ഒഴിക്കാനും ഒരെണ്ണം തീറ്റ കൊടുക്കാനുള്ള സെക്ഷൻ. ഇതൊക്കെ കുഞ്ഞു കുഞ്ഞ് ആനിമൽസിന് കൊണ്ടുവരുന്ന ബോക്സുകളാണ്. പിന്നെ അപ്പുറത്ത് കുറച്ച് കലങ്ങളൊക്കെ ഇരിക്കുന്നതാണ്. അതിൽ ഒലിവ് ഓയിൽ, അങ്ങനെ പല പല ഓയിൽസൊക്കെ അവർ ക്യാരി ചെയ്തുകൊണ്ടിരുന്നതാണ്. പിന്നെ ഒരു റെപ്രസെൻറ്റേഷൻ കണ്ടു നോഹ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. കൂടെ ഉണ്ടായിരുന്ന 8 പേര്, ആകെ 8 പേരാണ് നോഹ കൂട്ട് എടുത്തിട്ടുണ്ടായുള്ളൂ. ആ 8 പേരും എല്ലാവരും കൂടി പ്രാർത്ഥിക്കുന്നതായിട്ട് ഒരു ആനിമട്രോണിക്സൊക്കെ ഉണ്ട്. പിന്നെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ എഫക്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെയും നമുക്ക് കുറേ കൂടുകളും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഞങ്ങളങ്ങനെ മുന്നോട്ട് നീങ്ങി. നമുക്ക് കാണാൻ പറ്റും കുറേ അങ്ങ് ദൂരെ അറ്റം വരെ 500 അടിയാണ് പറഞ്ഞത്. 500 അടി നീളവും നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഓരോ കലങ്ങളും പാത്രങ്ങളും ഈ ബോക്സുകളൊക്കെ ഇരിക്കുന്നത്. ഇതൊരു മോത്ത് ഇൻസെക്ട്സൊക്കെ കൊണ്ടുവന്ന കലങ്ങളാണ്. അതിൻ്റെ അപ്പുറത്ത് തന്നെ റെപ്റ്റൈൽസ് ഉണ്ട്. ഇതൊക്കെ കണക്റ്റഡാണ്. ഇപ്പോൾ മോത്തിൻ്റെ എണ്ണം കൂടുമ്പോൾ അത് പറന്ന് റെപ്റ്റൈൽസിൻ്റെ സെക്ഷനിലേക്ക് വരും. റെപ്റ്റൈൽസ് അത് കഴിക്കും. അങ്ങനെ സർവൈവ് ചെയ്ത് പോകുന്ന ഒരു എക്കോസിസ്റ്റമാണ് അവർ അവിടെ ഉണ്ടാക്കിയത്. ഇത് കുറച്ച് ആനിമൽസ്, അവർ വലിയ വലിയ ആനിമൽസിനെ കൊണ്ടുപോയത് രീതി
കാണിച്ചേക്കാണ്. വലിയ കേജിൽ ഓരോ ജോഡികൾ വെച്ചേക്കായിരുന്നു. നല്ല പെർഫെക്ഷനാണ് ഓരോ ആനിമൽസിനെ കാണാനും. ഭയങ്കര ഫൈൻ ആർട്ടിസ്റ്റിക് വർക്കാണ്. നമുക്ക് ഡൈനോസറിൻ്റെ കാലത്തുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ശരിക്കും അവർ പറയുന്നതിന് ഏകദേശം ഒരു 90% സ്പീഷീസ് അന്നത്തെ എക്സ്റ്റിൻ്റ് ആയി പോയിട്ടുണ്ട്. അതിൽ നിന്ന് കുറേ ഇവോൾവ് ചെയ്ത് കുറേ ടൈപ്പ് ഓഫ് ആനിമൽസ് ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും സ്ലോത്തിൻ്റെ ഒരു വേറെ രൂപം. പിന്നെ മാനിനെ കാണാം. മാനൊക്കെ എന്തൊരു പെർഫെക്റ്റായിട്ടാണ് അവർ ചെയ്തേക്കണമെന്ന് അറിയോ. പിന്നെ കാട്ട് പന്നി, അതൊക്കെ എന്ത് നീറ്റായിട്ട് ചെയ്തേക്കണം. ഇതേപോലെ നമുക്ക് ഉടനീളം എല്ലാ ഫ്ലോറിലും കുറേ മൃഗങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. പല ടൈപ്പ് ഡൈനോസർ ഷേപ്പിലും ചില വെറൈറ്റി ഷേപ്സൊക്കെയാണ് കാണാൻ സാധിക്കുക. നമുക്ക് ബാറ്റിൻ്റെ രൂപത്തിലും. പിന്നെ അവർ പറയുന്ന കാറ്റിൻ്റെ വർക്കത്തിലെ മെയിൻ സ്പീഷീസ് മാത്രം അവരെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇവോൾവ് ചെയ്ത് പല പല വേർഷൻസ് ഓഫ് കാറ്റ്, അതായത് ടൈഗർ, ചീത്ത, കോക്കർ, ലെപ്പേർഡ്, അതൊക്കെ പിന്നീടാണ് ഇവോൾവ് ചെയ്ത് വന്നേക്കുന്നത്. അതുപോലെ തന്നെ ഏപ്പിൻ്റെ മെയിൻ ടൈപ്പ് ഓഫ് ഏപ്പിനെ മാത്രം അവർ ഒരു ജോഡീനെ എടുത്തിട്ടുണ്ടായുള്ളൂ. ബാക്കി അതിൽ നിന്ന് ഇവോൾവ് ചെയ്താണ് ചിമ്പാൻസി, ഓറംഗൂട്ടാൻ, അങ്ങനെ പല പല വേർഷൻസ് ഉണ്ടാകുന്നത്. അങ്ങനെ കുറേ മൃഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. 7000 സംതിങ് അവരെ മൃഗങ്ങളിൽ എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാത്തിൻ്റെ പ്രോട്ടോടൈപ്സ് അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല രസമാണ് കാണാൻ, ഭയങ്കര ഫിനിഷിംഗ് ആണ്. അതിൻ്റെ ചില വീഡിയോസൊക്കെ അവർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് അവർ മേക്ക് ചെയ്തത്, അതിൻ്റെ മേക്കിംഗ് വീഡിയോസൊക്കെ അവർ ഇടയ്ക്ക് ചില ഡിസ്പ്ലേസിലൊക്കെ ഉണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ അവരൊരു മിനിയേച്ചർ രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അളവുകളും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്ത് കൃത്യ അളവിൽ. ഇത് കുറേ റിസർച്ച് നടത്തിയിട്ടും കുറേ തെളിവുകൾ അവർ കണ്ടുപിടിച്ചിട്ട് കുറേ ഫോസിൽസ് അവർക്ക് കിട്ടി. അതിനനുസരിച്ചാണ് അവർ ഈ നോഹ ആർക്കിൻ്റെ സൈസ് അവർ പ്രെഡിക്റ്റ് ചെയ്തേക്കുന്നത്. എന്നിട്ട് ആ സൈസിലാണ് അവർ ഉണ്ടാക്കിയത്. അപ്പോൾ ആദ്യം ഒരു മിനിയേച്ചർ രൂപം ഉണ്ടാക്കി, പിന്നീടാണ് ഈ വലിയ രൂപം ഉണ്ടാക്കിയത്. ഇപ്പോൾ മിനിയേച്ചർ ഫസ്റ്റ് ഫ്ലോറിൽ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ഫ്ലോറിൻ്റെ മറ്ററ്റാണ്. ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് പിന്നെ നമ്മൾ സെക്കൻഡ് ഫ്ലോറിലേക്ക് പോവാണ്. അതിൻ്റെ റാമ്പും കാര്യങ്ങളൊക്കെ നല്ല രസമായിട്ട് തന്നെ. ഓരോ പില്ലറൊക്കെ വലിയൊരു മരം കഷ്ണമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് ഡെക്കിലേക്ക് പോകുമ്പോൾ നമുക്ക് അതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു അത്ഭുതം തോന്നും. അത് നമുക്ക് പോകുന്ന വഴി നമുക്ക് ലൈറ്റ്സൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാണാം. ലൈറ്റ്സൊക്കെ എല്ലാം മണ്ണ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അത് കയറ് വെച്ച് കെട്ടി വെച്ചേക്കാണ്. നമുക്കത് വേണമെങ്കിൽ താഴത്തേക്ക് ഇറക്കി ലൈറ്റപ്പ് ചെയ്യാവുന്ന രീതിയിലൊക്കെ അവർ സ്ട്രക്ചർ ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ആ ലൈറ്റ്സ് ഇപ്പോൾ ഇതിൽ അവർ ബൾബുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് സെൻട്രലൈസ്ഡ് എ സിയാണ്, അതുകൊണ്ട് നമുക്കത്രയ്ക്ക് ചൂടൊന്നും എടുക്കില്ല. പിന്നെ പല പല സെക്ഷൻസ് നമുക്ക് ഇതിലുണ്ട്. പ്രീ ഫ്ലഡ് സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു, അതിൻ്റെ വീഡിയോസും, പിന്നെ ആ സമയത്ത് മനുഷ്യർ പതുക്കെ പാപങ്ങൾ ചെയ്ത് കൂട്ടി കുറേ ദുഷ്ട പരിപാടികളും ഗ്ലാഡിയേറ്റർ പോലത്തെ കുറേ സംഭവങ്ങളും, പിന്നെ ചൂതാട്ടവും, പിന്നെ കല്ല് ദൈവങ്ങളൊക്കെ ആരാധിക്കുന്ന ആ സംഭവങ്ങളൊക്കെ അതിൽ റെപ്രസെൻ്റ് ചെയ്തിട്ട് കുറേ സ്കൾപ്ചേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ഭംഗിയാണ്. ഇപ്പോൾ ഫ്ലഡിന് മുമ്പ് അങ്ങനെ ആയതുകൊണ്ടാണ് ദൈവം പിന്നെ ശപിക്കുന്നതായിട്ടാണ് ഈ ഫ്ലഡ്. അപ്പോൾ ഇത് മുൻകൂട്ടി നോഹനെ അറിയിക്കുന്നു. നോഹ ഒരു പേടകം ഉണ്ടാക്കി 8 പേരും ബാക്കി ആനിമൽസിനെയൊക്കെ രക്ഷപ്പെടുത്തുന്നതായിട്ടാണ് ചരിത്രം. അപ്പോൾ അതിൻ്റെ കുറേ റെപ്രസെൻറ്റേഷൻ പ്രീ ഫ്ലഡ് കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നീട് കുറേ ആനിമൽസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ 3 ഫ്ലോറിലും കുറേ ആനിമൽസിൻ്റെ ബോക്സുകളുണ്ട്. ആനിമൽസിനെയൊക്കെ ഉണ്ടാക്കി വെച്ചത് കാണാൻ സാധിക്കും. നല്ല ഭംഗിയാണ്. പിന്നെ അതിൽ നമുക്ക് ശ്രദ്ധിച്ച ഒരു കാര്യം കാണാൻ പറ്റും. അതിൻ്റെ ഫുഡ് എങ്ങനെയാണ്, വെള്ളം പരിപാടികളൊക്കെ എങ്ങനെയാണ്, വെള്ളം കൊടുക്കുന്ന രീതി, അതിൻ്റെ ബോക്സുകൾ സ്ട്രക്ചർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതൊക്കെ അവർ കുറേ റിസർച്ചൊക്കെ നടത്തിയിട്ടാണ് ഇങ്ങനെയായിരിക്കും ചെയ്തിട്ടുണ്ടാവുമെന്ന് അവർ മനസ്സിലാക്കി അവർ അതിൻ്റെ മോഡൽസ് ഉണ്ടാക്കിയത്. എല്ലാ ആനിമൽസും നമ്മളിപ്പോൾ കാണുന്ന പോലത്തെ ആനിമൽസിൻ്റെ ലുക്കൊന്നുമല്ല. നമുക്ക് ഈ നോഹ ആർക്കിൻ്റെ സെൻറ്റർ പാർട്ട് കാണാം. നല്ല രസമാണ്. അതിൽ 2 സെക്ഷനും മേളിലേക്കും അടിയിലേക്കും ഒക്കെ നടക്കാവുന്ന രീതിയിലുള്ള സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ സെക്കൻഡ് ഫ്ലോറിൽ ഒരു ചെറിയൊരു തിയേറ്റർ ഭാഗമുണ്ട്. ആ തിയേറ്ററിൽ ഒരു വീഡിയോ അവർ പ്ലേ ചെയ്യുന്നുണ്ട്. അന്ന് കാലത്ത് എന്തെങ്കിലും ഇൻ്റർവ്യൂ, നമ്മളിപ്പോൾ നോഹയായിട്ട് ഇൻ്റർവ്യൂ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും എന്ന രീതിയിലുള്ള ഒരു വീഡിയോ. നല്ല രസകരമായ ഒരു വീഡിയോ ആണ്. അതൊരു തിയേറ്റർ നല്ല സൗണ്ട് എഫക്റ്റിലൊക്കെ നമ്മൾ ബെഞ്ചും ഇതൊക്കെ ഫുള്ളും മരത്തിൻ്റെ ഉണ്ടാക്കിയിട്ട് നമുക്കത് കാണാം. നോഹയും നോഹയുടെ വൈഫായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ. അതിന് പിന്നീട് ഞങ്ങൾ പതുക്കെ നീങ്ങിയപ്പോൾ ഞങ്ങൾ മുകളിലൊരു സ്റ്റാച്യു ഉണ്ടാക്കി വെച്ചേക്കുന്നത് വെള്ളം കൊണ്ടുപോയി കൊടുക്കുന്ന പോലെ ആനിമൽസിനൊക്കെ. നല്ല രസമായിരുന്നു. പിന്നീട് ഒരു സെക്ഷൻ വെച്ചേക്കുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സെക്ഷനാണ്. ആ കുട്ടികൾക്ക് കാണാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞു കുഞ്ഞു ജീവികൾ, ബോക്സിൽ ഈ ജീവികളുണ്ടാവും എന്ന് കാണിക്കുന്നു. പിന്നെ ഇരുട്ടത്ത് നടക്കുന്ന കുറേ ജീവികളൊക്കെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഡാർക്കിലായിരിക്കും മൊത്തത്തിൽ. അപ്പോൾ രാത്രി കണ്ണ് തെളിഞ്ഞിരിക്കുന്ന ജീവികൾ, പിന്നെ മിന്നാമിന്നിയുടെ വെളിച്ചത്തിൽ കാണുന്ന കുറേ ജീവികൾ, അങ്ങനെ നല്ല രസമായിട്ട് കുട്ടികൾക്കൊരു ആകാംക്ഷ തരുന്ന രീതിയിലുള്ളൊരു സെക്ഷൻ. അങ്ങനെ സെക്കൻഡ് ഫ്ലോറിലും കുറേ മൃഗങ്ങൾ അവർ കാണിക്കുന്നുണ്ട്. പല പല ടൈപ്സ് ഓഫ് മൃഗങ്ങൾ. നമ്മൾ ഡൈനോസറിൻ്റെ ലുക്കൊക്കെയുള്ള മൃഗങ്ങളാണ് കൂടുതലും. ചിലതൊക്കെ ജിറാഫിൻ്റെ ലുക്ക് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ എന്നാൽ ജിറാഫിൻ്റെ അത്രയ്ക്ക് ഹൈറ്റില്ല.
അങ്ങനെ പല പല മൃഗങ്ങൾ അതിൽ അവർ കാണിക്കുന്നുണ്ട്. പിന്നീട് ഒരു സെക്ഷനിൽ നമ്മളിങ്ങനെ കണ്ടു അവർ കുറച്ച് റിസർച്ച് നടത്തിയ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റെപ്റ്റൈൽസും ആംഫിബിയൻസും ഒരു സൈഡിൽ മോത്ത്, അതിൽ നിന്ന് എണ്ണം കൂടുമ്പോൾ ഇപ്പുറത്തെ കലത്തിലേക്ക് പറന്നു വരും. ആ കലത്തിലാണെങ്കിൽ ആംഫിബിയൻസും റെപ്റ്റൈൽസ് ആയിരിക്കും, അവർക്കതൊരു ഭക്ഷണമാകും. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ട്രക്ചറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്നാണ് അവർ പ്രിഡിക്റ്റ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ വാട്ടർ വേസ്റ്റ് മാനേജ്മെൻറ്റൊക്കെ എങ്ങനെയാണ് ചെയ്തിരുന്നത് എന്ന കാര്യങ്ങളൊക്കെ അതിൽ മെൻഷൻ ചെയ്യുന്ന കുറച്ച് വീഡിയോസൊക്കെ അവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ വെൻറ്റിലേഷൻ എങ്ങനെയായിരിക്കും, വെള്ളം ആ ഒരു വേവ് യൂസ് ചെയ്തിട്ട് അകത്തേക്ക് എയറൊക്കെ കയറ്റിയിരുന്നത്. പിന്നെ അതിന് വേണ്ടി പല ആനിമൽസിൻ്റെ സഹായം അവർ നേടിയിരുന്നു. ഈ വാട്ടർ ആൻഡ് വേസ്റ്റൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടി ആനേനെ കൊണ്ടൊക്കെയാണ് അവർ ചെയ്തിരുന്നത്. അതിൻ്റെ കുറേ വീഡിയോസ് അവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ അവർ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്തിരുന്നത് നോഹ ആർക്കിൻ്റെ ഉള്ളിൽ, അതൊക്കെ നല്ല ഭംഗിയായിട്ട് അവർ കാണിക്കുന്നുണ്ട്. പിന്നെ നോഹ ഈ കുറേ സ്ക്രിപ്റ്റ്സ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു റെപ്രസെൻറ്റേഷനായിട്ട് കാണിച്ചിട്ടുണ്ട് നോഹ ഇങ്ങനെ സംസാരിക്കുന്നത്. പിന്നെ അതിൻ്റെ അടുത്തൊരു ഡോവുണ്ട്, ആനിമേഷൻ ഉണ്ട്. ഡോവിന് നല്ല രസമാണ്, ഭയങ്കര ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന ആനിമേഷനും. നോഹയും വൈഫും കുറേ സ്ക്രിപ്റ്റ്സ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവരുടെ മെയിൻ്റനൻസ് വർക്ക് ചെയ്യുന്ന ഒരു ഏരിയ, കാർപ്പൻറ്റിങ് വർക്ക് ചെയ്യുന്ന ഒരു ഏരിയ, ബ്ലാക്ക് സ്മിത്ത് ഏരിയ, അങ്ങനെ പല പല ഏരിയ ഈ നോഹ ആർക്കിലുണ്ടായിരുന്നു. പിന്നെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു ഫെയറി ടെയിൽസ്, ആർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഫെയറി ടെയിൽസ് ഉണ്ടായിരുന്നു. അതിൻ്റെ ബുക്ക് സ്റ്റോൾ, പല പല ബുക്സ് അവൈലബിൾ ആയിട്ടുള്ളത് അവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ആ സ്റ്റോറിൽ നിന്ന് വിൽക്കാൻ പറ്റില്ല, അവർ അതിൻ്റെ ഒരു എക്സിബിഷൻ പോലെ വെച്ചേക്കായിരുന്നു. പിന്നീട് നമ്മളിങ്ങനെ കുറച്ച് നീങ്ങി കഴിയുമ്പോഴത്തേക്കും ശരിക്കും നോഹ ആർക്കിൻ്റെ ഒരു സെൻറ്ററിലാണ് നമുക്ക് കവാടം ഉള്ളത്. ആ കവാടത്തിൻ്റെ അവിടെ ഇരുന്ന് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് കുറച്ചങ്ങനെ നീങ്ങിയപ്പോൾ കുറച്ച് കഫയും കുറച്ച് ഗുഡീസൊക്കെ മേടിക്കാൻ പറ്റും. ഡ്രസ്സ് എല്ലാം ആർക്കിൻ്റെ ഒരു തീമിൽ ഉണ്ടാക്കിയ സാധനങ്ങളാണ് അവിടെ വയ്ക്കാൻ. പിന്നെ ഷോക്കേസ് സാധനങ്ങളൊക്കെ. അതിൽ നിന്ന് ഞങ്ങൾക്കൊന്ന് എക്സൈറ്റിംഗ് ആയിട്ടൊന്നും തോന്നിയില്ല, ഞങ്ങളൊന്നും മേടിച്ചില്ല. പിന്നെ കഫേയൊക്കെ ഉണ്ട്, നമുക്ക് എന്തെങ്കിലും റിഫ്രഷ്മെൻറ്റ്സൊക്കെ എല്ലാ ഫ്ലോറിലും ഓരോ മൂലയ്ക്കും നമുക്ക് റിഫ്രഷ്മെൻറ്റ്സിൻ്റെ ഏരിയ ഉണ്ട്. ഞങ്ങൾ നേരെ ഇനിയിപ്പോൾ ഡെക്ക് 3ലേക്കാണ് ഞങ്ങൾ നീങ്ങിയത്. ഡെക്ക് 3ലേക്ക് പോകുന്ന വഴിയിൽ നമുക്ക് കാണാൻ സാധിക്കും കുറച്ച് സ്റ്റോറുകൾ, അവർ ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചത് എങ്ങനെയായിരിക്കും എന്നൊക്കെ കാണിക്കുന്ന രീതിയിൽ സ്റ്റോറുകൾ കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ 3rd ഡെക്കിലേക്ക് എത്തി. 3rd ഡെക്കിലാണെങ്കിൽ ഈ 8 പേര്, രക്ഷപ്പെട്ട 8 പേരുടെ ക്വാർട്ടേഴ്സ് കാണിക്കുന്നുണ്ട്. അവരുടെ ബെഡ്റൂമും അതൊക്കെ നല്ല ഭംഗിയാണ്, ഭയങ്കര ഒറിജിനാലിറ്റിയാണ്. ഓരോ സാധനങ്ങളും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അവരുടെ ബെഡ്റൂമൊക്കെ എങ്ങനെയായിരുന്നു എന്നൊക്കെ റെപ്രസെൻറ്റേഷൻ. കിച്ചൻ്റെ ഭയങ്കര പെർഫെക്ഷനാണ്. ഓരോ ഐറ്റംസ്, അവർ ഫുഡ് ഐറ്റംസും ബേക്കിംഗ് ഏരിയയും പച്ചക്കറിയൊക്കെ കാണണം, നല്ല രസമാണ്. സബോള, വെജിറ്റബിൾസ്, ക്യാബേജ്, പിന്നെ കുറേ ചെടികൾ അവർ അവിടെ നട്ടിട്ടുണ്ടായിരുന്നു, കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ. അതൊക്കെ നല്ല ഭംഗിയായിട്ട് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ടാണ് അവരുണ്ടാക്കിയത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു ലൂം ഉണ്ടായിരുന്നു, അവർ ഡ്രസ്സൊക്കെ നെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ലൂം. പിന്നെ ഒരു ഏരിയയിൽ ഒരു പച്ചക്കറി നന്നാക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ബീൻസൊക്കെയാണ് കാണിക്കുന്നത്, നല്ല രസമുണ്ട്. ബീൻസ് പയർ പോലത്തെ ഒരു ഐറ്റമാണ് നന്നാക്കുന്നത്. അത് കാണാനൊക്കെ നല്ല പെർഫെക്ഷനാണ്. ഈവൻ അവരുടെ സ്കിന്നും അവരുടെ ഹെയർ അതൊക്കെ അടിപൊളിയാണ്. പിന്നെ ഒരു സ്റ്റാച്യു ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് ഡോവിന് പിടിക്കാൻ നിൽക്കുന്ന നോഹ. ഈ ഡോവായിട്ട് ഭയങ്കര ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് നോഹയുടെ കഥ. നോഹ ഈ ഫ്ലഡ് തീർന്നു എന്ന് അറിയാൻ വേണ്ടി ഡോവിനെയാണ് പറത്തി വിടുന്നത്. അതുകൊണ്ട് ഡോവ് ഒരു ഇലയായിട്ടാണ് വരുന്നത് തിരിച്ച്. അങ്ങനെയാണ് മനസ്സിലാവുന്നത് ഫ്ലഡ് അവസാനിച്ചു, ഏതോ കര കാണാൻ സാധിച്ചു എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നോഹയുടെ ബെഡ്റൂം ഞങ്ങൾ അതിൽ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതും കണ്ടു. അവിടെ ഈ ക്വാർട്ടേഴ്സിൻ്റെ അകത്ത് തന്നെ കുറേ ബേർഡ്സിൻ്റെ കേജൊക്കെ ഉണ്ട്. നമ്മുടെ നോഹ ഡോവിനെ പിടിക്കുന്ന ആ സ്ഥലത്ത് ആ കേജസിലുള്ള ഓരോ ബേർഡ്സ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നല്ല രസമുണ്ട്. അവരുടെ ശബ്ദം ശരിക്കും ഭയങ്കര ഒറിജിനൽ ശബ്ദമാണ്. ഓരോ സ്പീക്കറിൽ നിന്ന് ഓരോ ബേർഡ്സിൻ്റെ ശബ്ദങ്ങളാണ് വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾ ക്വാർട്ടേഴ്സ് കണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് കുറേ തെളിവുകൾ അവർ നിരത്താണ് ഇങ്ങനെയൊരു ഫ്ലഡ് ഉണ്ടായിരുന്നു എന്നുള്ള തെളിവുകൾ ആണ്, ഫോസിൽസൊക്കെ കിട്ടുന്നത്. പിന്നെ ഒരു സെക്ഷൻ ഞങ്ങൾ കണ്ടത് ഫ്ലഡ് ഉണ്ടായ സമയത്ത് എന്തൊക്കെയാണ് ശരിക്കും ഭൂമിയിൽ ഉണ്ടായ വ്യത്യാസങ്ങൾ, ആ കിട്ടിയ ഫോസിൽസ്, അതൊക്കെ ഓരോ പ്രൂഫ് സബ്മിറ്റ് ചെയ്യാണ് ഫ്ലഡ് ഉണ്ടായതിൻ്റെ. അതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് പ്ലേറ്റ്സ് മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യനെ അവിടെ കാണിക്കുന്നുണ്ട്. ഇന്ത്യയുടെ ഒരു പ്ലേറ്റ് നീങ്ങി പോയിട്ട് ഇടിച്ച് അവിടെ ഒരു എവറസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ റെപ്രസെൻറ്റേഷനും അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഫ്ലഡ് ഉണ്ടായി പ്ലേറ്റ്സൊക്കെ ഇങ്ങോട്ടും മൂവ് ചെയ്തു എന്നാണ് അവർ പറയണത്. അതിന് കുറേ മൃഗങ്ങൾ മരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് അവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പിന്നെ ഒരു സെക്ഷൻ വന്ന് ഐസേജിൻ്റെ സെക്ഷനാണ്. അതിൽ ഐസേജുകളിലുള്ള ഓരോ ജീവികൾക്ക് എന്താ അത്രയ്ക്ക് വലിപ്പം, ഐസേജ് ഉണ്ടായതിൻ്റെ തെളിവുകൾ, അതൊക്കെ കുറച്ച് പ്രൂഫുകൾ അവർ കാണിക്കുന്നതാണ്. പിന്നെ ഒരു സെക്ഷൻ കണ്ടതെന്ന് പറഞ്ഞാൽ നോഹയുടെ ഈ 8 പേര് ലോകം മുഴുവൻ സ്പ്ലിറ്റ് ചെയ്ത് അവരുടെ കൾച്ചർ
ഡെവലപ്പ് ചെയ്തെടുത്തതിൻ്റെ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യുന്ന ഒരു സെക്ഷൻ. അങ്ങനെ ഞങ്ങൾ ഏറ്റവും മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണ് ഈ നോഹ ആർക്കിൻ്റെ സെൻറ്ററിൽ. അടിപൊളി വ്യൂ ആണ്. പിന്നെ ഈ നോഹ ആർക്ക് പോലെ തന്നെ പല പേടകങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പല രൂപത്തിൽ. പക്ഷേ ഓരോ പേടകങ്ങളും സക്സസ് ആയിരുന്നില്ല. ചില പേടകം രക്ഷപ്പെട്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലത്തെ ആൾക്കാരൊക്കെ മരിക്കുക എന്നതായിട്ടാണ് അറിയപ്പെടുന്നത്. ആകെ സക്സസ് ആയ പേടകം എന്ന് പറയുന്നത് നോഹയുടെ പേടകം മാത്രമായിരുന്നു. പിന്നെ ബൈബിളിൻ്റെ പല ഹിസ്റ്ററീസൊക്കെ കാണിക്കുന്നുണ്ട്, പല രൂപത്തിലുള്ള പല രാജ്യങ്ങളുടെ ബൈബിൾസ്. അതൊക്കെ ഇങ്ങനെ അവിടെ ഒരു ഡിസ്പ്ലേ എക്സിബിഷൻ പോലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും നമ്മൾ 3rd ഫ്ലോറിലെത്തി നമ്മുടെ നോഹയുടെ മൊത്തത്തിൽ ആർക്ക് കണ്ടു തീരും. നോഹ ആർക്ക് കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ നേരെ താഴത്തേക്ക് റാമ്പ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഏറ്റവും താഴത്തേക്ക് പോയത്, എക്സിറ്റിലേക്ക് പോകുന്നത്. ആ വഴിയിലാണ് ഗിഫ്റ്റ് സ്റ്റോറുള്ളത്. നമുക്ക് എന്തെങ്കിലും സോവനിയറായിട്ട് നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിക്കാം, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഗിഫ്റ്റ് ഷോക്കേസ് സാധനങ്ങളൊക്കെ നമുക്ക് മേടിക്കാം. ഞങ്ങൾ അവിടെ നിന്ന് ഒരു നോഹയുടെ പേടകത്തിൻ്റെ ചെറിയ രൂപം ഞങ്ങൾ മേടിച്ചു, മരത്തോണ്ടുണ്ടാക്കിയ ഒരു രൂപം. അങ്ങനെ അതിന് ഒരു $6 അത് ഞങ്ങൾ മേടിച്ച് പുറത്തേക്ക് ഇറങ്ങി. പുറത്ത് നമുക്ക് നല്ലൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഞങ്ങൾ ബുഫേയാണ് എടുത്തത്. ബുഫേക്ക് അഡൾട്ട്സിന് 19.9, കിഡ്സിന് 8.9. അങ്ങനെ ഞാൻ ബുഫേ എടുത്തു. ബുഫേയിൽ പല തരത്തിലുള്ള ഭക്ഷണവും നമുക്ക് ലാവിഷായിട്ട് ഭക്ഷണം കഴിക്കായിരുന്നു. അത് കുറച്ച് കോസ്റ്റ് എഫക്റ്റീവായിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. അത് കഴിഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് നീങ്ങിയിട്ട് ഞങ്ങൾ കണ്ടത് സൂ ആണ്. സൂവിൽ പലതരത്തിലുള്ള മൃഗങ്ങളുണ്ട്. അവിടെ കുട്ടികളുടെ ഇൻട്രാക്ഷൻ ഉള്ള സെക്ഷൻസ് ഉണ്ട്. ടേംഡ് ആനിമൽസ് ഉണ്ടായിരുന്നു. പിന്നെ ക്യാമൽ സഫാരി എൻകൗണ്ടറും ഒക്കെ ഉണ്ട്. പല തരത്തിലുള്ള ആനിമൽസിനെയും ജീവികളെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. ഞാൻ ആൻറ്റി ടർണറൊക്കെ ഇത്രയ്ക്ക് വലിപ്പത്തിൽ കണ്ടത് ആദ്യമായിട്ടാണ്. പിന്നെ മാച്ചും മിച്ചുനും മാത്രം കാണുന്ന കുറച്ച് ജീവിയിൽ ആ ജീവിയൊക്കെ ഞങ്ങൾ അവിടെ കണ്ടു. അങ്ങനെ പല പല മൃഗങ്ങളും നമുക്കവിടെ കാണാൻ സാധിച്ചു. അതിനുശേഷം പിന്നെ ഞങ്ങൾ പോയത് അവിടുത്തെ ഒരു VR പ്രോഗ്രാമിലേക്കാണ്. 4DX പോലെ ഉള്ള ഒരു സംഭവം. അത് ഫ്ലഡ് ഉണ്ടായ സമയത്ത് എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് തരുന്ന ഒരു VR ടൂറ്. അടിപൊളിയായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിന് സെപ്പറേറ്റ് ചാർജ് ആയിരുന്നു. അതിന് അഡൾട്ട്സിന് $17, കിഡ്സിന് $12 ആയിരുന്നു. നിങ്ങൾ ഓൺലൈനിൽ നോഹ ആർക്കിൻ്റെ ടിക്കറ്റ് എടുക്കുമ്പോൾ കൂട്ടത്തിൽ ആ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ കാശ് കുറവായിരുന്നു. പക്ഷേ ഞങ്ങളത് കൺസിഡർ ചെയ്തിട്ടുണ്ടായില്ല. എന്തായാലും ഞങ്ങൾ ചെന്നിട്ട് അവിടെ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അവിടെ ചെന്നിട്ട് എടുത്തു. കുറച്ച് കാശ് കൂടുതലാണെങ്കിലും അത് വർത്തായിരുന്നു. ആകെ ഒരു 10-15 മിനിറ്റേ ഉള്ളൂ ആ 4DX വീഡിയോ. പക്ഷേ നല്ല എഫക്റ്റായിരുന്നു. അങ്ങനെ ഞങ്ങൾ 4DX കണ്ട് പിന്നെ അവിടെ ഒരു പാർക്കുണ്ട്. ആ പാർക്കിൽ കുറച്ച് നേരം പിള്ളേരെ കളിക്കാൻ വിട്ടതിന് ശേഷം ഞങ്ങൾ പതുക്കെ വൈൻഡപ്പ് ചെയ്ത് തിരിച്ച് പോന്നു. എന്തായാലും ഒരു 1 ഡേ പ്രോഗ്രാമിന് പറ്റിയ ഒരു നല്ലൊരു ലൊക്കേഷനാണ് ഈ നോഹാസ് ആർക്ക് എൻകൗണ്ടർ പറയുന്നത്. കെൻറ്റക്കിയിലാണുള്ളത്. സോ ഇതുപോലെ നല്ല അടിപൊളി വീഡിയോസുമായിട്ട് ഇനിയും ഞാൻ വരും. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇതിൻ്റെ 360 വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിടുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. താങ്ക് യു.